എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 3-ാമത്തെ അധ്യായമാണ് തുടങ്ങുന്നത്. ഒരു മംഗളശ്ലോകം. മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ വർമാ പുനർജന്മനാമാത്മേത്യാത്മവിദാം കൃതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകഥായ ശ്രുതോ വാചം നസ്തദതാതു നൈകകിരണസ്ത്രൈലോക്യദീപോരവി. 3-ാമത്തെ അധ്യായം അതിസാരാധികാരം എന്ന അധ്യായമാണ്. ജ്യോതിശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് നോക്കാം. ബുധൻ ശനിക്ഷേത്രമാകുന്ന മകരത്തിലോ കുംഭത്തിലോ ആദിത്യന്റെ ദൃഷ്ടിയോടെ കൂടി നിൽക്കുന്ന സമയത്ത് ജനിക്കുന്നവൻ സമർത്ഥനായും അതിസാര രോഗിയായും വളരെ ഭക്ഷിക്കുന്നവനായും കഠിന മനസ്സുള്ളവനായും പ്രിയവാക്കിനെ പറയുന്നവനായും ഇരിക്കും. ഇനി ശനിദശയിൽ രാഹുവിന്റെ അപഹാരത്തിൽ ആയുധം കൊണ്ട് മുറിവേൽക്കുകയും ജ്വരവും അതിസാരവും ഉണ്ടാകുകയും ശത്രുക്കളുമായി സംസർഗം ചെയ്യുവാൻ ഇടവരികയും ദ്രവ്യനാശത്തെ നേരിടുകയും ചെയ്യും. ചന്ദ്രനും ശുക്രനും അഷ്ടമത്തിൽ നിൽക്കുമ്പോഴും അവിടെ തന്നെ ശുക്രൻ ചൊവ്വയോടുകൂടി നിൽക്കുമ്പോഴും അതിസാര രോഗം ഉണ്ടാകും. ഇനി അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രശുക്രന്മാരുടെ പ്രീതിക്കായി ചെയ്യേണ്ടതായ ജപം, ഹോമം ആദിയായ സൽക്കർമ്മങ്ങളെയും ശനിക്ഷേത്രത്തിൽ ആദിത്യന്റെ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന ബുധന്റെ ഉപദ്രവശാന്തിക്കായിട്ടുള്ള ദാനാദി സൽക്രിയകളെയും പറയുന്നു. ഉൽബുദ്ധ്യസ്വ എന്ന മന്ത്രത്തെ ജപിക്കുകയും എള്ള്, വലിയ കടലാടി ഇവ കൊണ്ട് ഹോമിക്കുകയും സ്വർണം ദാനം ചെയ്യുകയും ഗോമയാക്ഷതഫലൈ സരോജനൈ ഇത്യാദിയായി ബുധന്റെ ഉപദ്രവശാന്തിക്കായി മുൻപിൽ പറഞ്ഞിട്ടുള്ള സ്നാനത്തെയും ശരീരത്തിൽ സ്വർണധാരണത്തെയും ചെയ്യുകയും വേണം. ശനിയുടെ ദശയിൽ രാഹുവിന്റെ അപഹാരത്തിൽ ഉണ്ടാകുന്ന അതിസാരത്തിൽ കായനശ്ചിത്ര എന്ന മന്ത്രം കഴിയും വിധത്തിൽ ജപിക്കുകയും എള്ള്, കറുക ഇതുകൾ കൊണ്ട് ഹോമിക്കുകയും സ്വർണദാനം ചെയ്യുകയും രാജാവർത്തം എന്ന രത്നത്തെ ധരിപ്പിക്കുകയും ശനിയുടെ ഉപദ്രവശാന്തിക്കായി കൊണ്ട് മുൻപിൽ പറഞ്ഞിട്ടുള്ള അസിത തിലാഞ്ജന ലോത്രബലാഭി ഇത്യാദികളായ ഔഷധങ്ങൾ കൊണ്ടുള്ള സ്നാനത്തെ ചെയ്യുകയും വേണം. അടുത്ത കർമ്മവിഭാഗം. ഗാർഹപത്യാദി അഗ്നിത്രയത്തെ നശിപ്പിച്ചവനും തടാകത്തെ വെട്ടിയിടിച്ചു നാശപ്പെടുത്തിയവനും അതിസാര രോഗിയായും ഭവിക്കും. അതിനെപ്പറ്റി പത്മപുരാണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതിസാരീച്ച ഭവതീയ ത്രേതാഗ്നി വിനാശക. അതായത് ഗാർഹപത്യാഗ്നി, ദക്ഷിണാഗ്നി, ആഹവനീയാഗ്നി എന്നിങ്ങനെയുള്ള 3 അഗ്നികളെ നശിപ്പിച്ചവൻ അതിസാര രോഗിയായി തീരും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിസാരമുള്ളവൻ അഗ്നിരശ്മി എന്ന മന്ത്രത്തെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള വിധം 10,000 ഉരുവ് ജപിക്കണം. എള്ള്, നെയ്യ് എന്നീ ദ്രവ്യങ്ങൾ കൊണ്ട് ഹോമിക്കണം. സ്വർണം ദാനം ചെയ്യണം. ബൗധായനൻ ഇപ്രകാരമാണ് പറയുന്നത്. അതിസാര രോഗി ധനവാനാണെങ്കിൽ സ്വർണം കൊണ്ടോ അഥവാ ചെമ്പുകൊണ്ടോ അഗ്നിപ്രതിമയുണ്ടാക്കി മന്ത്രസംസ്കാരപൂർവം ബ്രാഹ്മണനിൽ സമർപ്പിക്കണം. അത് ഒരു ഫലമോ അരഫലമോ കൊണ്ട് ആയിരിക്കുകയും വേണം. അഗ്നിപ്രതിമയുടെ ലക്ഷണത്തെപ്പറ്റി ഇപ്രകാരമാണ് പറയുന്നത്. തഥാ ജ്വാലാകുലാം രക്തചന്ദനേന വിലേപിതാം രക്തവസ്ത്രേണ സംവീതാം മേഷസ്യോപരി സംസ്ഥിതാം. ഇങ്ങനെ തുടങ്ങുന്ന ഒരു ശ്ലോകം പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പറയുന്നത് ഇങ്ങനെയാണ്. മേൽപ്പറഞ്ഞ പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള അഗ്നിപ്രതിമ വളരെ പ്രകാശത്തോടു കൂടിയതായിരിക്കുകയും രക്തചന്ദനം അരച്ച പ്രതിമയിൽ തേച്ച് ചുവന്ന വസ്ത്രം കൊണ്ട് മൂടണം. പ്രതിമയുടെ രൂപം ആടിൻ്റെ പുറത്തിരിക്കുന്ന വിധമാകണം. ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടും മുത്തുമാലകൾ കൊണ്ടും അലങ്കരിക്കണം. കനകപർവ്വതത്തിൻ്റെ നിറത്തോട് അടുത്ത നിറത്തിൽ ദ്വാദശാദിത്യ സമമായും പരിശുദ്ധമായും ഇരിക്കണം. ഇപ്രകാരമുള്ള അഗ്നിപ്രതിമയെ ബ്രഹ്മചാരിയും തപോനിഷ്ഠയോടു കൂടിയവനും അഗ്നിഹോത്രാദി കർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കുന്നവനുമായ ബ്രാഹ്മണനെ മോതിരം, വസ്ത്രം മുതലായവ കൊണ്ട് അലങ്കരിപ്പിച്ച് അദ്ദേഹത്തിനു ത്രേതാരൂപോഗ്നി ഇത്യാദി മേൽ കാണിച്ചിട്ടുള്ള മന്ത്രോച്ചാരണ ധ്യാനങ്ങളോടുകൂടി സബഹുമാനം സമർപ്പിക്കണം. ഇങ്ങനെ അഗ്നിപ്രതിമ ദാനം ചെയ്യുന്നത് മൂലം അതിസാര രോഗി രോഗമുക്തനായി ആരോഗ്യയും സുഖിയും ദീർഘായുഷ്മാനുമാകും. മന്ത്രം പറഞ്ഞിട്ടുള്ളത് നോക്കാം. ത്രേതാരൂപോഗ്നിരീഡ്യസ്ത്വമന്തശ്ചരസി വൈനൃണാം ത്വം വേത്സി പ്രാക്തനം പാപമതിസാരം വിനാശയ
ഏവം കൃത്വാ നര സമ്യഗതീസാരം വ്യപോഹതി നീരോഗശ്ച സുഖീ നിത്യം ദീർഘമായുശ്ച വിന്ദതി